നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ പഹൽഗാമിൽ നടന്ന വെടിവെപ്പിൻ്റെ ഇതിൽ നമ്മളൊരു വീഡിയോ ചെയ്യേണ്ടായി. അന്ന് നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണ്, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഒരുവിധം എല്ലാവരുടെയും മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ മാത്രമായിരുന്നില്ല, എല്ലാവരുടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ചില ആൾക്കാരുണ്ട്, ചില പ്രത്യേകതരം ആൾക്കാർ, അവർ എല്ലാ കാലത്തും ഒരു പ്രത്യേക മൈൻഡ് സെറ്റായിരിക്കും. നമ്മൾ എന്ത് കൊണ്ടുപോയാലും ആദ്യം കരിമ്പ് കൊണ്ടുപോയി അതിൽ ഒടിക്കാൻ പറയും, ഒടിച്ചു കഴിഞ്ഞാൽ അതിനെ മുറിക്കാൻ പറയും, അവസാനം അത് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ പറയും ഒട്ടിച്ച് പഴയ പോലെ ആക്കണം എന്ന് പറയും. അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള മൈൻഡ് സെറ്റിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞത്. ആദ്യം അവർ പറഞ്ഞു ഇത് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണ് ഇങ്ങനൊരു സാധനം ഉണ്ടായത്. ഇതിനാണ് എന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും വിമർശനം ഉറപ്പാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞ് ഇപ്പോൾ പാകിസ്ഥാൻകാരുടെ ചോര ഇവിടെ ഒഴിക്കണമെന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ യുദ്ധം സ്റ്റാർട്ടായി പറഞ്ഞത് യുദ്ധം കൊണ്ട് ഇവിടെ എന്താ നേടാൻ പറ്റുക, യുദ്ധം ശരിയല്ല, നിൽക്കണം. അത് കഴിയുമ്പോൾ സീസ് ഫയർ യുദ്ധം കോംപ്രമൈസിലേക്ക് വരുമ്പോൾ പറഞ്ഞത് എന്ത് പണിയായി കാണിച്ച് പാകിസ്ഥാൻ ഇപ്പം പിടിച്ചെടുക്കാനുള്ള ചാൻസ് അല്ലായിരുന്നത്, പോയിട്ട് പിടിച്ചുകൊണ്ട് കൊണ്ടുവരണ്ടേ എന്നത് കാഴ്ചപ്പാടാണ്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് മാറിക്കൊണ്ടേയിരിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി അത് മാറ്റമല്ല, വിമർശനത്തിന് വേണ്ടിയുള്ള മാറ്റമാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സംവിധാനം ഉണ്ടല്ലോ, നമ്മുടെ മിലിറ്ററി, നമ്മുടെ സർക്കാർ, നമ്മുടെ ഭരണ സംവിധാനം, ഇതിനെയൊക്കെ അതിപ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷി ഭരിക്കുന്നു ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. നമ്മളൊരു സംവിധാനത്തിൻ്റെ, ഒരു സർക്കാരിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ നയതന്ത്രത്തിൻ്റെ ചുവടിലാണുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ രാജ്യം, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ പൗരന്മാരോട് അവർക്ക് നല്ലതിന് വേണ്ടി ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന് വിശ്വസിക്കുക. അതിനുള്ള പ്രാപ്തി നമ്മുടെ രാജ്യത്തിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക. അത് ആര് ഭരിച്ചാലും എപ്പോൾ ഭരിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടായാലും. താങ്ക് യു.